ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ ഈ സ്ത്രീകൾ നവമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ്റെ പേർ ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിൻ്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. വളരെ ആശ്വാസപ്രദമായൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. സമാധാനത്തിൻ്റെ വാക്യമാണിത്, സന്തോഷത്തിൻ്റെ ഒരു വാക്യമാണിത്, അനുഗ്രഹത്തിൻ്റെ ഒരു ആശീർവാദ വാക്യമാണിത്. ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരന് നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ്റെ പേര് ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിൻ്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. രൂത്തിൻ്റെ പുസ്തകത്തിൽ 4 അധ്യായം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. 4 അധ്യായം മാത്രമുള്ള ഈ പുസ്തകത്തിൽ ഓരോ അധ്യായത്തിന് വേണമെങ്കിൽ ഓരോ ഹെഡിങ് കൊടുക്കാം. ഒന്ന്, രൂത്ത് ഡിസൈഡിങ്, രൂത്തിൻ്റെ തീരുമാനം. 1-ാം അധ്യായം മുഴുവൻ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് രൂത്തിൻ്റെ തീരുമാനമാണ്. 2-ാമത്തെ അധ്യായത്തിൽ രൂത്ത് സേർവിങ്, രൂത്ത് ജോലി ചെയ്യുന്നു, വേല ചെയ്യുന്നു. രൂത്ത് ജോലി ചെയ്യുന്നു, രൂത്ത് സേർവിങ്. 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു രൂത്ത് റെസ്റ്റിംഗ്, രൂത്ത് വിശ്രമിക്കുന്നു, ബോവസിൻ്റെ കാൽക്കൽ വിശ്രമിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം നാം കാണുന്നത് രൂത്ത് റിവാർഡഡ്, രൂത്തിന് പ്രതിഫലം ലഭിക്കുന്നു. രൂത്ത് റിവാർഡഡ്, വാസ്തവത്തിൽ രൂത്തിന് മാത്രമല്ല പ്രതിഫലം ലഭിക്കുന്നത്. രൂത്തിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നവമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ്, രൂത്തിൻ്റെ അമ്മാവി അമ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലം. 1-ാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ വാക്യത്തിൽ നവമിക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നവമിയുടെ ജീവിതത്തിൽ വളരെ കരയുകയും ദുരിതം അനുഭവിക്കുകയും യാതന നേരിടുകയും ചെയ്ത ഒരു പഴയകാലം ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചു, ആൺമക്കൾ 2 പേരും മരിച്ചു, 3 വിധവമാർ, രൂത്തും ഉറപ്പായും 2 മരുമക്കൾ, നവമി അമ്മായിയമ്മ. ദുരിതം പിടിച്ചൊരു ജീവിതം, യാതനയേറ്റൊരു ജീവിതം, കരഞ്ഞു തളർന്നൊരു ജീവിതം, കൈപ്പേറിയ ജീവിതം. എന്നാൽ ഈ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, നവമിയുടെ ജീവിതം സമാധാനവും സന്തോഷവും വിശ്രമമുള്ളതായി തീരുന്നു. തുടക്കത്തിൽ വലിയ യാതനയും വേദനയും ആണെങ്കിലും ഒടുവിലേക്ക് വരുമ്പോൾ സമാധാനം ലഭിക്കുകയാണ്. ഇവിടെ പുരസ്ത്രീകൾ, ബേത്ലഹേമിലെ സ്ത്രീകൾ നവമിയോട് പറയുന്നു, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരന് നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഒരു വീണ്ടെടുപ്പുകാരന് ലഭിച്ചു. സമാധാനം വേണമോ? വീണ്ടെടുപ്പുകാരനെ ലഭിക്കണം. സമാധാനം വേണമെങ്കിൽ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. വീണ്ടെടുപ്പ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് വീണ്ടെടുപ്പ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വാക്ക് നാം ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ അനുഭവത്തിലാണോ എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ വീണ്ടെടുപ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ? വീണ്ടെടുപ്പുകാരൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോ? എൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ്, എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ഒരിക്കലായിട്ട് സംഭവിച്ചിട്ടുണ്ടോ? ഞാനൊരു വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലാണ് എന്ന് എനിക്ക് തന്നെ അനുഭവമാണോ? എന്താണ് വീണ്ടെടുപ്പ്? നമുക്ക് വായിക്കാം. 49-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം വായിച്ചാൽ മലയാള വേദപുസ്തകത്തിൽ അത് വളരെ വ്യക്തമാവുകയില്ല. ലിവിങ് ബൈബിളിൻ്റെ ഒരു പാരഫ്രൈസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. യെറ്റ് നോട്ട് വൺ ഓഫ് ദം ദോ റിച്ച് ആസ് കിങ്സ് ക്യാൻ റാൻസം ഹിസ് ഓൺ ബ്രദർ ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ. For God's forgiveness does not come that way. For
എ സോൾ ഈസ് ഫാർ ടു പ്രഷ്യസ് ടു ബി റാൻസംഡ് ബൈ മിയർ എർത്ത് വെൽത്ത്. കുറെ കൂടി വ്യക്തമാണ്, ഞാൻ വിവരിച്ച് പറയാം. 6-ാം വാക്യത്തിൽ ദേ ട്രസ്റ്റ് ഇൻ ദർ വെൽത്ത് ആൻഡ് ബോസ്റ്റ് അബൌട്ട് ഹൗ റിച്ച് ദേ ആർ. ചിലർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുന്നു. സമ്പത്തിൽ ആശ്രയിക്കുന്ന ആളുകളുണ്ട്, ധനസമൃദ്ധിയിൽ ആശ്രയിക്കുന്ന ആളുകളുണ്ട്. ദേ ട്രസ്റ്റ് ഇൻ ദർ വെൽത്ത് ആൻഡ് ബോസ്റ്റ് അബൌട്ട് ഹൗ റിച്ച് ദേ ആർ. എത്ര സമ്പന്നനാണ് ഞാനെന്ന് സ്വയം അഹങ്കരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വലിയ സമ്പന്നനാണ് എന്ന് അഭിമാനിക്കുന്ന ആളുകളുണ്ട്. ദേ ബോസ്റ്റ് ദംസെൽസ് എബൌട്ട് ഹൗ റിച്ച് ദേ ആർ. എത്ര ധനികനാണ് ഞാനെന്ന് അഭിമാനം കൊണ്ട് പൊങ്ങച്ചം പറയുന്നവരുണ്ട്. യെറ്റ് നോട്ട് വൺ ഓഫ് ദം ദോ റിച്ച് ആസ് കിങ്സ്. രാജാക്കന്മാരെ പോലെ ധനവാന്മാരാണെങ്കിൽ പോലും അവരിൽ ആർക്കും ക്യാൻ റാൻസം ഹിസ് ഓൺ ബ്രദർ ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ. തൻ്റെ സ്വന്തം സഹോദരനെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകൂടി കേൾക്കൂ. യെറ്റ് നോട്ട് വൺ ഓഫ് ദം. എത്ര സമ്പന്നനാണെങ്കിലും എത്ര ധനികനാണെങ്കിലും, യെറ്റ് നോട്ട് വൺ ഓഫ് ദം ദോ റിച്ച് ആസ് കിങ്സ്. രാജാക്കന്മാരെ പോലെ ധനസമൃദ്ധിയിൽ അങ്ങ് നിറവിൽ കഴിയുന്നവനാണെങ്കിൽ പോലും ക്യാൻ റാൻസം ഹിസ് ഓൺ ബ്രദർ ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ. സ്വന്തം സഹോദരനെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ, വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല. അതിനുള്ള പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള മറുവില കൊടുക്കാൻ സാധിക്കുകയില്ല. ആർക്കും സാധിക്കുകയില്ല. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, പാപത്തിൻ്റെ ഭീകരമായ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം കൊടുക്കുവാൻ, വീണ്ടെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഫോർ yet not one of them, though rich as kings, can ransom his own brother from the penalty of sin. For God's forgiveness does not come that way. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനം, ഫർഗീവ്നെസ്, ക്ഷമ, ദൈവം പാപം ക്ഷമിച്ചു തരുന്നത് അത് ആ വഴിയിലല്ല. മനുഷ്യന് പണം കൊടുത്തോ, മനുഷ്യന് ഏതെങ്കിലും തരത്തിലുള്ളതായ ഭൗതിക സുഖങ്ങൾ കൊടുത്തോ, ഏതെങ്കിലും തരത്തിലുള്ളതായ ഭൗതിക ലാഭങ്ങൾ കൊടുത്തോ അവനെ വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല. ദൈവം മനുഷ്യന് പാപക്ഷമ നൽകി അവന് വീണ്ടെടുപ്പ് നൽകുന്നു. ദൈവം മനുഷ്യന് പാപമോചനം നൽകി അവന് വീണ്ടെടുപ്പ് നൽകുന്നു. പാപം മോചിച്ച് കിട്ടുക ഏറ്റവും വലിയ ഒരനുഗ്രഹമാണത്. അതുമാത്രമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ലോകത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കാം, ഈ ലോകത്ത് ഉയർന്ന പദവികൾ നേടാം, ഈ ലോകത്ത് ഭൗതികമായ ഉയർച്ചകൾ പല കാര്യങ്ങളിൽ നമുക്ക് സമ്പാദിക്കാം. പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, പാപമോചനം തന്ന് പാപത്തിന് വേണ്ടി തക്കതായി ശിക്ഷ അനുഭവിച്ച് അതിനുള്ളതായി വീണ്ടെടുപ്പ് വില കൊടുത്ത് പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് മനുഷ്യർക്കാർക്ക് സാധിക്കുകയില്ല. രാജാക്കന്മാരെ പോലെ ധനസമൃദ്ധിയുള്ളവരാണെങ്കിലും എത്ര സമ്പത്തുള്ളവരാണെങ്കിലും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല മനുഷ്യനെ. Yet not one of them, though rich as kings, can ransom his own brother from the penalty of sin, for God's forgiveness does not come that way. ആ വഴിയിലല്ല ദൈവം പാപക്ഷമ തരുന്നത്. For a soul is far too precious to be ransomed by mere earthly worth. A soul is far too precious. വളരെ വിലയേറിയതാണ് പ്രാണൻ്റെ വീണ്ടെടുപ്പ്. നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കുക എന്ന് പറയുന്നത്, ആത്മാവിനെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് പാപത്തിൻ്റെ ഭയങ്കരമായ പിടിയിൽ നിന്ന്, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഒരു മനുഷ്യനെ അഴിച്ചുവിടുക എന്നുള്ളത്, പാപത്തിൻ്റെ ഭീകരമായ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത്, അത് ഒരു സോ പ്രഷ്യസ്, വളരെ വിലയേറിയതാണ്, വളരെ പ്രയാസമേറിയതുമാണ്. ഫോർ എ സോൾ ഈസ് ഫാർ ടു പ്രഷ്യസ് ടു ബി റാൻസം ബൈ മിയർ എർത്ത് വർത്ത്. ഭൂമിയിലെ സ്വത്ത് കൊണ്ട് വീണ്ടെടുക്കാവുന്നതല്ല, ഭൂമിയിലെ ധനം കൊണ്ട് വീണ്ടെടുക്കാവുന്നതല്ല. എത്ര രൂപയുണ്ട് എന്നുള്ളത് കൊണ്ടോ, ഏതെല്ലാം ഭൗതികമായ പ്രതാപ ഐശ്വര്യങ്ങളിൽ പരിലസിക്കുന്നു എന്നുള്ളത് കൊണ്ടോ ഒരു മനുഷ്യനെ വീണ്ടെടുപ്പ് കിട്ടുകയില്ല. ഫോർ എ സോൾ ഈസ് ഫാർ ടു പ്രഷ്യസ് ടു ബി റാൻസംഡ് ബൈ മിയർ എർത്ത് വെൽത്ത്. ദൈവത്തിന് സ്തോത്രം. പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. നമ്മുടെ വീണ്ടെടുപ്പ് എങ്ങനെയാണ് സാധിച്ചത് കർത്താവ്? നമുക്കെങ്ങനെയാണ് വീണ്ടെടുപ്പ് തന്നത്?
നമുക്ക് പാപക്ഷമ കിട്ടിയത് എങ്ങനെയാണ്? പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് വീണ്ടെടുപ്പ് എന്ന്. വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിലായിരുന്നു നാം ഓരോരുത്തരും. വ്യർത്ഥവും പിതൃപാരമ്പര്യവും, ചില പാരമ്പര്യങ്ങൾ, ചില സമ്പ്രദായങ്ങൾ, ചില പരിചയങ്ങൾ, ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, ചില കർമ്മ പരിപാടികൾ, ചില വിശ്വാസ ആചാരങ്ങൾ, ഇതിനെല്ലാം അടിമപ്പെട്ട് കിടന്നവരായിരുന്നു നാം. അങ്ങനെയുള്ളതായ പലതരത്തിലുള്ളതായ ബന്ധനങ്ങളിൽ നമ്മെ വിടർത്തിയെടുത്തത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ഈ ഭൂമിയിലുള്ള ഭൗതികമായ ഏതെങ്കിലും സമ്പത്ത് കൊണ്ടല്ല, പൊന്ന്, വെള്ളി മുതലായ നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയാകുന്നു. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. യേശുക്രിസ്തുവിനെ നമുക്ക്, യേശുക്രിസ്തു തനിയെ, യേശുക്രിസ്തു മാത്രം നമുക്ക് മറുവിലയായി തന്നെ കൊടുത്തു. ഞാനെന്ന് പറയുന്ന ഒരു മനുഷ്യന്, നമുക്ക് ഓരോരുത്തർക്കും മറുവിലയായി ക്രിസ്തു തന്നെ ക്രൂസിൽ അർപ്പിച്ചു. ക്രിസ്തുവിൻ്റെ ജീവരക്തം ഊറ്റി, ക്രിസ്തുവിൻ്റെ ജീവൻ ബലിയർപ്പിച്ചു. ക്രിസ്തുവിനെ വാസ്തവത്തിൽ വധിച്ചു, ക്രൂശിച്ചു. എന്നാൽ ക്രിസ്തു തന്നെ ഏൽപ്പിച്ച് തരികയാണ് ചെയ്തത്. തന്നെ ക്രൂസിൽ ഏൽപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു യാഥാർത്ഥ്യം നാം സ്വന്തമായി അനുഭവിക്കുമ്പോഴാണ് വീണ്ടെടുപ്പ് നമുക്ക് കിട്ടുന്നത്. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ എന്നെന്നും പാപത്തിന് അടിമയാണ്. ഇത് നാം അംഗീകരിക്കണം. എന്നിൽ നിന്ന് പാപമേ വരികയുള്ളൂ, എന്നിൽ തിന്മയെ വരികയുള്ളൂ. ജന്മനാ തന്നെ ഞാൻ പാപിയാണ്. ജന്മത്തിൽ തന്നെ എനിക്ക് പാപമുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ പാപമുണ്ട്. പാപത്തിൻ്റെ പ്രവൃത്തി എന്നിൽ വരാത്തപ്പോൾ ഞാൻ പാപിയാണ്. പാപത്തിൻ്റെ ഒരു വാക്ക് പോലും ഞാൻ ഉച്ചരിക്കാത്തപ്പോൾ ഞാൻ പാപിയാണ്. പാപത്തിൻ്റെ ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകാത്തപ്പോൾ ഞാൻ പാപിയാണ്. കാരണം ജന്മനാ തന്നെ പാപപ്രകൃതിയാണ് എനിക്കുള്ളത്, സിൻഫുൾ നേച്ചർ. അപ്പോസ്തലനായ പൗലോസ് സിൻഫുൾ നേച്ചർ എന്നുള്ളതിനെ ജഡം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിൽ, പ്രത്യേകിച്ചും റോമർ ലേഖനത്തിൽ ജഡം എന്ന് കാണും. ജഡം 8-ാം അധ്യായത്തിൽ കാണും ജഡം. ഗലാത്യ ലേഖനത്തിൽ ജഡമെന്ന് കാണും. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ജഡം, ഓൾഡ് നേച്ചർ, മനുഷ്യൻ്റെ പഴയ സ്വഭാവം, പഴയ പ്രകൃതി, അത് പാപമയമാണ്. എന്നാൽ പാപമയമായ ആ പ്രകൃതിയിൽ നിന്ന് എൻ്റെ ആത്മാവിനെ ക്രിസ്തു വീണ്ടെടുത്തു. എങ്ങനെ വീണ്ടെടുത്തു? യേശു ക്രിസ്തു വീണ്ടെടുത്തത് തൻ്റെ രക്തം കൊടുത്താണ്. നമുക്ക് പകരമായി യേശു തൻ്റെ രക്തം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. വലിയ വില കൊടുത്തു. വെറും ധനമല്ല കൊടുത്തത്, ഭൗതികമായ സമ്പത്തല്ല കൊടുത്തത്, തന്നെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ലളിതമായൊരു കഥ വായിച്ചു ഓർക്കുന്നു. വളരെ ലളിതമായ കഥയാണ്. ഒരു കൊച്ചുകുട്ടി, അവൻ നല്ല കരകൗശല വിദഗ്ധനാണ്. അവൻ്റെ കയ്യിൽ ചെറിയ കൊച്ചു ഉളിയുണ്ട്, ഉളി. അതുകൊണ്ട് അവൻ പല കൊത്തുപണികൾ ചെയ്യും. മിടുക്കനാണ്. അവൻ ഒരു നല്ല വള്ളം ഉണ്ടാക്കി. വള്ളം അത് കൊത്തുപണിയുടെ അവൻ്റെ വൈദഗ്ധ്യം കൊണ്ട് വളരെ മനോഹരമായൊരു ശില്പസൗഭഗമായി, സുന്ദരമായൊരു ശില്പമായി അവൻ നല്ലൊരു വള്ളം ഉണ്ടാക്കി. അതിൻ്റെ അറ്റത്തെ ഒരു ചെറിയ ദ്വാരമിട്ടു. അതിൽ നല്ല ബലമുള്ള ചരട് കെട്ടിയിട്ടു. അവനതുമായിട്ട് അവൻ്റെ കൂട്ടുകാരോട് ഒരുമിച്ച് അവൻ ഒരു നല്ല തോടിൻ്റെ അരികത്തേക്ക് ഇറങ്ങി. തോടെന്ന് പറയുന്നത് ചെറിയ ഒരാറെന്ന് വേണമെങ്കിൽ പറയാം, നദി. അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള അരികിലേക്ക് ചെന്നു. ഈ വള്ളം ആ നദിയിലേക്ക് വെച്ചു, ഒരു കളിവള്ളം നദിയിലേക്ക് പയ്യെ അങ്ങ് വെച്ചു. നദി ഒഴുകുന്നതനുസരിച്ച് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ്റെ കയ്യിൽ ആ ചരടുണ്ടല്ലോ, ആ ചരട് അവൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അവൻ അതിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കൂട്ടുകാർക്ക് നല്ല രസം, നല്ല മനോഹരമായൊരു വള്ളം. പിള്ളേരിലെ അവർ കളിക്കൂട്ടുകാരെല്ലാവരും കൂടി ആർത്ത് വിളിച്ച് രസിച്ച് ആ പുഴയോരത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ വലിയ തോടിൻ്റെ വക്കിലൂടെ അവർ നടന്ന്
താഴോട്ട് ഇങ്ങനെ പോകുന്നു, വള്ളം പോകുന്നു, അവരൊപ്പം കരയിൽ കൂടി അവർ നടക്കുന്നു. ചില ഭാഗത്ത് ചെല്ലുമ്പോൾ ചില ചുഴികൾ കാണും. ചുഴികൾ ചെല്ലുമ്പോൾ വള്ളം വട്ടം കറങ്ങും. പക്ഷേ കയ്യിൽ ചരടുള്ളതുകൊണ്ട് വള്ളം വിട്ടുപോവില്ല. ആ ഒരു പിടിയുണ്ടല്ലോ, വിട്ടുപോവില്ല. അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു വലിയൊരു ചുഴി, വെള്ളം ഇങ്ങനെ വട്ടം ചുറ്റി ചുഴി ഒരു വലിയ ചുഴി. അവിടെ ഈ വള്ളം അതിൽ ചെന്ന് ആ ചുഴിയിൽ വട്ടം കറങ്ങി. അവൻ നല്ലപോലെ പിടിച്ചു പിടിവിട്ട് പോകാതിരിക്കാൻ. പക്ഷേ നിർഭാഗ്യവശാൽ ചരട് പൊട്ടിപ്പോയി. വള്ളം പിടിവിട്ടങ്ങ് ഒഴുകാൻ തുടങ്ങി. വളരെ വേഗത്തിൽ വള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ്. കരയിൽ നിന്നുകൊണ്ട് ഇവൻ വളരെ സങ്കടത്തോടെ ഉറക്കെ നിലവിളിച്ചു. മറ്റു പിള്ളേരെല്ലാം ആർത്തലച്ച് നിലവിളിച്ചു. കാരണം കൈവിട്ടുപോയി. കരയാവുന്നല്ലാതെ ഒരു രക്ഷയില്ലല്ലോ. വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാൽ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ കാലമാണ്. തീർച്ചയായും വെള്ളത്തിൽ മുങ്ങിപ്പോകും. എല്ലാവരും മരിച്ചു പോകും. അവർ കരയിലൂടെ ഓടി, താഴോട്ട് കരയിലൂടെ ആ നദിയുടെ ഗതിക്കൊത്തതുപോലെ കരയിലൂടെ ഓടി. ദൂരെ വള്ളം അങ്ങ് പോവുകയാണ്, കാണാം. കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ ദൃഷ്ടിയുടെ അപ്പുറത്തേക്ക് ആ വള്ളം മറഞ്ഞു. വലിയ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കുറേ നേരം അവിടെ നിന്നു. അവർ വീട്ടിലേക്ക് പോന്നു. പിള്ളേർ പിരിഞ്ഞുപോയി. ഇവന് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. അവൻ്റെ അമ്മ പറഞ്ഞു, മോനെ പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നഷ്ടപ്പെട്ടു പോയില്ലേ, നീ കരയാതിരിക്കുക. പോയത് പോയി, കരഞ്ഞാൽ കിട്ടുമോ? അതങ്ങ് നദിയിൽ കൂടി അങ്ങ് ഒഴുകിപ്പോയി കാണും. നീ എന്ത് കരഞ്ഞിട്ടെന്താ പ്രയോജനം? കുറേ നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം അവൻ്റെ അപ്പൻ സിറ്റിയിൽ എന്തോ സാധനം വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ ഇവനും പറഞ്ഞു, ഞാനും പോരുന്നുണ്ട്, എനിക്കും സിറ്റിയൊക്കെ ഒന്ന് കാണണം. കൊച്ചല്ലേ, കുട്ടിയല്ലേ, അവൻ്റെ ആഗ്രഹം അപ്പൻ സമ്മതിച്ചു. അവനെയും കൂട്ടുപോയി. ഒരു വലിയ കടയിൽ കയറി. അവിടെ പലതരം സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ചെന്നപ്പോൾ അവൻ ഓടി വന്ന് അപ്പൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ അതേ അങ്ങോട്ട് നോക്കൂ, അത് അപ്പൻ മനസ്സിലായോ? അത് എന്താ മോനെ? അത് ഞാൻ ഉണ്ടാക്കിയ വള്ളമാണ്. നീ ഉണ്ടാക്കിയതിൻ്റെ തെളിവെന്നെ? അപ്പോൾ അതിലെൻ്റെ പേര് ഞാൻ കൊത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് കൊത്തിയിട്ടുണ്ടായിരുന്നു. അപ്പനതൊന്ന് എടുത്ത് നോക്കൂ. ഷോക്കേസിൽ നിന്ന് അപ്പനത് എടുത്ത് നോക്കി. ശരിയാ, ഇവൻ്റെ പേര് അതിൽ കൊത്തിയിട്ടുണ്ട്. അവൻ്റെ പേര് കൊത്തിയിട്ടുണ്ട്. അവൻ ഉണ്ടാക്കിയ വെള്ളം തന്നെയാണ്. പക്ഷേ എന്ത് പ്രയോജനം? അപ്പൻ പറഞ്ഞു, മോനെ ശരിയാണ്, നിൻ്റെ പേര് കൊത്തിയിട്ടുണ്ട്. പക്ഷേ അന്യൻ്റെ കയ്യിലായി പോയില്ലേ, അന്യൻ്റെ വകയായി പോയില്ലേ. ഇപ്പോൾ നിൻ്റെ വകയല്ലല്ലോ, കൈവിട്ട് പോയല്ലോ. ഇനി പറഞ്ഞിട്ടെന്താ പ്രയോജനം? അവൻ പറഞ്ഞു, അപ്പ എനിക്കത് വേണം, അത് ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്കത് വേണം. അപ്പനത് എനിക്ക് എങ്ങനെയും സമ്പാദിച്ചു തരണം. അപ്പം വില ചോദിച്ചു. കടയുടെ ഉടമസ്ഥൻ വലിയ വിലയാണ് പറഞ്ഞത്, വൻ വില പറഞ്ഞു. ആ വില അപ്പൻ കൊടുത്തു. ഈ മോന് ആ വള്ളം വില കൊടുത്ത് വാങ്ങിക്കൊടുത്തു. വള്ളം കിട്ടിയ പാടെ അവൻ ആ വള്ളം മാറോടെ അടച്ചു പിടിച്ചു. ആ വള്ളത്തെ തെരുതെരെ ചുംബിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ കൈകൊണ്ട് ഞാൻ നിന്നെ ഉണ്ടാക്കി, പക്ഷേ നീ എൻ്റെ കൈ വിട്ടു പോയി. ഇപ്പോൾ ഞാൻ വലിയ വില കൊടുത്ത് നിന്നെ വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നീ എൻ്റെ സ്വന്തമാണ്. എൻ്റെ കൈകൊണ്ട് ഞാൻ നിന്നെ ഉണ്ടാക്കി, എന്നാൽ നീ എൻ്റെ പിടിവിട്ട് പോയിരുന്നു. ഇപ്പോൾ നിന്നെ എനിക്ക് തിരികെ കിട്ടി. വലിയ വില കൊടുത്ത് ഞാൻ നിന്നെ വാങ്ങിയിരിക്കുന്നു. ഇതൊരു ചെറിയ കഥയാണ്. ഈ കഥയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കർത്താവായ യേശുക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വീണ്ടെടുപ്പുകാരൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വലിയ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും തൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നാം കുറ്റവാളികളായി ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. നാം പാപികളായതുകൊണ്ട് നരകത്തിലേക്ക് പോകേണ്ടവരാണ്. പാപത്തിൻ്റെ ശമ്പളമായ മരണം നാം അനുഭവിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം നിത്യശിക്ഷാവിധിയിലേക്ക് പോകേണ്ടതാണ്. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ മഹാസ്നേഹം നിമിത്തം ദൈവം നമ്മെ രക്ഷിച്ചു, ദൈവം നമ്മെ വീണ്ടെടുത്തു, ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താലാണ് വീണ്ടെടുപ്പ്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, ഈ വീണ്ടെടുപ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ വകയല്ല, ഞാൻ യേശുവിൻ്റെ വകയാണ്. യേശു എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇനി എൻ്റെ മേൽ എനിക്ക് അവകാശമില്ല എന്ന് നിങ്ങൾക്ക് തന്നെത്താൻ തോന്നിയിട്ടുണ്ടോ? അതനുസരിച്ചുള്ളൊരു സമർപ്പണം നിങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ അല്ല, എൻ്റെ സമ്പത്ത് എൻ്റെ അല്ല, എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ അല്ല, എൻ്റെ വീട് എൻ്റെ അല്ല,
എൻ്റെ കുടുംബം എൻ്റെയല്ല, എൻ്റെ മക്കൾ, അവരുടെ മേൽ എനിക്ക് അവകാശം പറയാൻ ഒക്കുകയില്ല. എൻ്റെ ദൈവമേ, ഞാൻ മുഴുവനും നിൻ്റെ വക. ഇതാണ് സത്യമായ സമർപ്പണം. ഇതാണ് ക്രിസ്തീയ ജീവിതം. സഹോദരങ്ങളെ, ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കണമെങ്കിൽ, ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നാം വിശ്വസിക്കണം. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് നാം വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ നാം കൊടുക്കുകയും ചെയ്യണം. ക്രിസ്തീയ ജീവിതം സമർപ്പണ ജീവിതമാണ്. മുഴുവനായി ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്നു. എൻ്റെ സമയത്തിൽ എനിക്ക് അവകാശമില്ല, എൻ്റെ ആയുസ്സിൽ എനിക്ക് അവകാശമില്ല, എൻ്റെ ആരോഗ്യത്തിൽ എനിക്ക് അവകാശമില്ല, എൻ്റെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് അവകാശമില്ല. എല്ലാം യേശുവിൻ്റേത്. യേശു തന്നതല്ലാതെ എനിക്ക് ഒന്നുമില്ല. ഈയൊരു അനുഭവം നമുക്ക് ലഭിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മനോഹരമായ അനുഭവം. ഈ അനുഭവത്തിലേക്ക് വരാത്തവരാരും ദൈവരാജ്യത്തിൽ എത്തുകയില്ല. ഈ ഭൂമിയിലെ ജീവിതമുണ്ടല്ലോ, താൽക്കാലികമായ ജീവിതം. ഞാനും അതേ, നിങ്ങളും അതേ, ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. നാം എല്ലാവരും അന്ന് നാം നിത്യ സ്വർഗീയ ശാന്തിയിലെത്തണമെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് ഈ വീണ്ടെടുപ്പ് നാം അനുഭവമാക്കണം. യേശുക്രിസ്തുവിൻ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ രക്തം മൂലം എൻ്റെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ വകയാണ് എന്നുള്ളതായ റിയലൈസേഷൻ, ആ ഒരു ബോധ്യം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മെ തന്നെ നാം സമർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഇന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ ആ ക്രെഡിറ്റ് എല്ലാം യേശുവിനാണ്. എനിക്ക് എന്തെല്ലാം മേന്മയായിട്ടുണ്ടോ എല്ലാം യേശുവിനാണ്. ഞാൻ ജയിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാം യേശു മൂലമാണ്, യേശുവിൻ്റെ നാമത്തിലാണ്. യേശുവാണ് എൻ്റെ സകലവും, യേശുവാണ് എൻ്റെ സമ്പത്ത്. സഹോദരങ്ങളെ, ഈ മഹത്തായ ഭാഗ്യാനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ അനുഭവം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ നൽകിയിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ളതായ കരച്ചിലിലും ദുരിതത്തിലും ദുഃഖത്തിലും യാതനയിലും ആണെങ്കിലും, കണ്ണീരണിഞ്ഞ ജീവിതമാണെങ്കിലും, ദുരിതം പിടിച്ച ജീവിതമാണെങ്കിലും, എന്നും നിങ്ങൾ വലഞ്ഞ് വിഷമിച്ച് ഉലഞ്ഞ് കഴിഞ്ഞവരാണെങ്കിലും, ഇന്ന് നിങ്ങൾക്ക് ഈ വീണ്ടെടുപ്പുകാരനെ നിങ്ങൾ സ്വന്തമായി പ്രാപിക്കാം. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനും കർത്താവുമായി നിങ്ങൾക്ക് സ്വീകരിക്കാം. യേശുക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് താഴ്ത്തി കൊടുക്കാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വിട്ടുകൊടുക്കാം. യേശുവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാം, എൻ്റെ കർത്താവേ, ഇത്രയും കാലം നാഥ ഞാൻ നിന്നെ അറിയാതെ ജീവിച്ചു. ഇത്രയും കാലം നിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ വില ഞാൻ ഗ്രഹിക്കാതെ ജീവിച്ചു. ഇത്രയും കാലം നീ കുരിശിൽ നേടിത്തന്ന രക്ഷയും വീണ്ടെടുപ്പും എന്തായെന്ന് ഗ്രഹിക്കാതെ ഞാൻ ജീവിച്ചു. ഞാൻ വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ കൂടെ ഞാൻ ജീവിച്ചു. ചില ആചാരങ്ങൾ അനുഷ്ഠിച്ച് ഞാൻ ജീവിച്ചു. ചില നമസ്കാരങ്ങൾ ചൊല്ലിയും ചില അനുഷ്ഠാനങ്ങളിൽ മുഴുകിയും എൻ്റെ കാലങ്ങൾ ഞാൻ പോക്കിപ്പോയി. അന്ധവിശ്വാസങ്ങളും അബദ്ധാചാരങ്ങളും ദുരാചാരങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. കർത്താവേ, ചില ആചാരങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും അനുസരിച്ച് ഞാൻ ജീവിച്ചു പോയി. എന്നാൽ കർത്താവേ, ഞാനിപ്പോൾ സത്യം ഗ്രഹിക്കുന്നു. ഞാനല്ല എൻ്റെ അവകാശി, ഞാനല്ല എൻ്റെ ഉടമസ്ഥൻ. എനിക്ക് ഉടമസ്ഥനായ ഒരാളുണ്ട്, എന്നെ വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തു. കർത്താവേ, 2000-ലേറെ വർഷം മുൻപ് ഗോകുൽത്തായിലെ മരക്കുരിശിൽ എനിക്ക് വേണ്ടി ഇരുകരവും വിരിച്ച്, എനിക്ക് വേണ്ടി കൈകളും കാലുകളും തുളച്ച്, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, നിൻ്റെ പാദപീഠത്തിലേക്ക് ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിൻ്റെ പാദപീഠത്തിലേക്ക് എന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം, ഞാൻ നിൻ്റെ വക. എൻ്റെ മേൽ എനിക്ക് അവകാശമില്ല. കർത്താവേ, എന്നെ നിനക്ക് ഞാൻ തരുന്നു. ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ നൽകിയിരിക്കുകൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. നവമിക്ക് ആശ്വാസം ലഭിച്ചു. നവമിക്ക് വീണ്ടെടുപ്പുകാരനെ കിട്ടി. കരച്ചിലിൻ്റെ നാളുകൾ മാറി, ദുരിതത്തിൻ്റെ കാലങ്ങൾ മാറി, യാതൻ്റെ കാലങ്ങൾ മാറി, കണ്ണീരിൻ്റെ കാലങ്ങൾ മാറി. എന്നും നിരാശയിൽ നടുവിൽപ്പെട്ടുകൊണ്ടിരുന്ന നവമിക്ക് ആശ്വാസകാലങ്ങൾ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടേ ഈ സമാധാനം? വേണ്ടേ നിങ്ങൾക്ക് ഈ സ്വസ്ഥത? നിങ്ങൾക്ക് വേണ്ടേ കുടുംബത്തിൽ സ്വൈര്യം, സമാധാനമുള്ള ഒരു സ്വൈര്യമുള്ള ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് വേണ്ടേ? ഐക്യവും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് വേണ്ടേ? എല്ലാ ശാപങ്ങളും മാറി, എല്ലാ ബാധകളും മാറി, എല്ലാ വിധത്തിലും ഐശ്വര്യമുള്ള സമൃദ്ധിയും സന്തോഷവും ശാന്തിയും തിങ്ങുന്ന ഒരു നല്ല കുടുംബജീവിതം നിങ്ങൾക്ക് വേണ്ടേ? ഒരു നല്ല അനുഗ്രഹീതമായ ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കണ്ടേ? ഈ കാലത്ത് നിങ്ങൾക്ക് തരും
യേശു ക്രിസ്തു തരുവാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വചനം തരുന്നത്. ഈ വചനം നിങ്ങൾ കേട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവേ, ഇത്രയും കാലം സുബോധമില്ലാത്തവളെ പോലെ ഞാൻ ജീവിച്ചു. കർത്താവേ, ചില പാരമ്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് ഞാൻ ജീവിച്ചു. എന്നാൽ നാഥ, ഇന്ന് ഞാനിതാ എൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചുകൊണ്ട് എന്നെ തന്നെ തിരുവൻപായി ഞാൻ അടിയറ വയ്ക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തരുന്നു. നിങ്ങൾ സമർപ്പിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ, ക്രിസ്തുവിനോട് വാക്ക് പറയൂ. യേശുവേ, ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക സമർപ്പിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് നിങ്ങളെ കഴുകും. ക്രിസ്തു നിങ്ങളുടെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ മാറ്റും. ക്രിസ്തു നിങ്ങളുടെ അടിമത്വം മാറ്റും. ക്രിസ്തു പൈശാചിക ശക്തിയെ മാറ്റും. ക്രിസ്തു പൈശാചികൻ്റെ ഭീകരമായ അടിമത്തത്തിൽ നിങ്ങൾക്ക് മോചനം തരും. ക്രിസ്തു നിങ്ങളെ സ്വീകരിക്കും. ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ തലമേൽ വരും. നിങ്ങൾ ഭാഗ്യശാലികളായി തീരും. ലംഘനം ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി ഞങ്ങളതിനെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, സത്യമായി വീണ്ടെടുപ്പ് എന്ത് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനെ ഞങ്ങളെ സ്തുതിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. കർത്താവേ, വീണ്ടെടുപ്പ് എന്ത് എന്ന് അറിയുവാൻ മാത്രമല്ല അനുഭവിക്കുവാനുള്ളതായ കൃപ എൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ കർത്താവേ. എല്ലാ ബാധകളും മാറ്റണമേ. എല്ലാ ശാപങ്ങളും ദൂരീകരിക്കണമേ. കരുണയുള്ള കർത്താവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.